ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ പെരി പെരി അൽഫാം ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിലൊരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു അൽഫാമാണിത്. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ബിരിയാണി മുളകാണ് എടുത്തിട്ടുള്ളത്, കാശ്മീരി ചില്ലി. അതൊരു 25 എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. ഒരു 25 സാദാ വറ്റൽ മുളക് കൂടി ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. മുളക് നന്നായിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം എടുക്കുക. മുളകെല്ലാം ഒന്ന് കുതിർന്ന് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള ക്ലോത്ത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കാം. ഒരു ചിക്കൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും അൽഫാമിന് എടുക്കുമ്പോൾ അതുപോലെ എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് വലിയ പീസസായിട്ട് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 20 പീസസ് ഉണ്ട്, 5.5 കിലോയോളം വരും കേട്ടോ. ഇനി എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ നന്നായിട്ട് ആഴത്തിൽ വരകളിട്ട് കൊടുക്കുക. മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുളകെല്ലാം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1.5 കപ്പ് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഏകദേശം 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചിക്കൻ പീസെല്ലാം ഇനി നന്നായിട്ട് ഒന്ന് മസാല തേച്ച് കൊടുക്കാം. വരകൾക്കുള്ളിലൊക്കെ നന്നായിട്ട് ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ടൈം ഉണ്ടെങ്കിൽ അത്രയും സമയം വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പുതിനയിലയും 1.5 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്തത് കൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. അൽഫാമിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ഡിപ്പാണിത്. ഇനി ഇതിലേക്കുള്ള മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് പാലിലേക്ക് ഒരു 3 ചെറിയ വെളുത്തുള്ളി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 4 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടൈമില്ലാത്ത കാരണം, ടൈം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. ഇതെൻ്റെ ഉപ്പ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറച്ച് ചാർക്കോളും ചിരട്ടയെല്ലാം കത്തിച്ച് കനലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ 2 വശവും തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ട് ഗ്രിൽ ചെയ്തിട്ടെടുക്കാം. ചിക്കനെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പെരി പെരി സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെരി പെരി സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഈ ഒരു സോസ് കൂടി അതിന് മുകളിൽ വരുമ്പോഴാണ് ആ ഒരു പെരി പെരി ചിക്കൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചിക്കൻ പീസസ് എടുത്തിട്ട് അതിന് മുകളിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ പെരി പെരി അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.